എടാ 10th ബയോളജി ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയാൽ അപ്പോൾ വേഗം നോട്ട് ചെയ്തോ കേട്ടോ. ഇത്രയും പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്. അപ്പോൾ അതിനകത്ത് വരുന്നത് പാൻസ്പെർമിയ തിയറിയും അതുപോലെ തന്നെ കെമിക്കൽ എവല്യൂഷൻ തിയറിയും. ഈ രണ്ട് തിയറിയും വളരെ 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 ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. അതായത് ഈ ഭൂമിയിൽ ആദിമ കോശം അല്ലെങ്കിൽ ആദ്യത്തെ സെൽ എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് തിയറീസ് ആണ് കേട്ടോ. ഇനി കെമിക്കൽ എവല്യൂഷൻ തിയറിനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് യൂറേ മില്ലർ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കിയേക്കാം. കാരണം കെമിക്കൽ എവല്യൂഷൻ തിയറിക്കാണ് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന എക്സ്പെരിമെന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിഗർ തന്നിട്ട് അത് ഏത് എക്സ്പെരിമെന്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ നന്നായി സ്ട്രെസ് ചെയ്തിട്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് പഠിക്കാം. ഇനി ലാമാർക്കിസം അതുപോലെ തന്നെ ഡാർവിനിസം, നമ്മുടെ ജീവജാലങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വ്യതിയാനം സംഭവിച്ചത് അതിനെക്കുറിച്ച് പറയുന്ന രണ്ട് തിയറീസ് ആണ് ലാമാർക്കിസവും അതുപോലെ ഡാർവിനിസവും. ഇതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന രണ്ട് തിയറീസ് ആണ്. അതിനകത്ത് ഡാർവിനിസത്തിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കണം. നിങ്ങൾക്ക് അതിനകത്തൊരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് മാത്രം പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മ്യൂട്ടേഷൻ തിയറി എന്താണ്, ഉൽപരിവർത്തന സിദ്ധാന്തം എന്താണ്, അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേക്കാം. അതുപോലെ ഇനി എവല്യൂഷന്റെ തെളിവുകൾ, എവിഡൻസ്, അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇനി ലാസ്റ്റ് വരുന്നത് ഹിസ്റ്ററിയേറ്റിക് ഹ്യൂമൻ എവല്യൂഷൻ, അതായത് മനുഷ്യ പരിണാമത്തിന്റെ ആ ഒരു വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ നന്നായി നോക്കണം. ഇത്രയും പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.